വെരിക്കോസ് വെയിൻ വന്നിട്ട് അത് ചൊറിഞ്ഞ് മാന്തി പൊട്ടി വെള്ളം വരുന്നതിന് പൊത്തി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുളിവെള്ളത്തിൽ തേച്ച് കഴുകാനുള്ള മരുന്നാണ് ഇത്. കാലുമ്മ പെരട്ടി വെക്കാനുള്ള പൊത്തി വെക്കാനുള്ള മരുന്ന്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിടു മീഡിയ കണ്ടതാണ്. മുട്ടുവേദനയും നടുവേദനയും ജോയിന്റ് പെയിനും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുവാണ്. മരുന്നില്ലാതെ നടുവേദന മാറ്റും, മുട്ടുവേദന മാറ്റും, ജോയിന്റ് പെയിൻ എല്ലാം മാറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുടയിലാണ്. ഇരിഞ്ഞാലക്കുടയിൽ പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരുടെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വൈദ്യർ മരുന്നില്ലാതെ നടുവേദന മാറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടും. അപ്പോൾ കൂട്ടുകാരെ, മരുന്നില്ല നടുവേദന മാറ്റും നമ്മുടെ പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരുടെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ജോയിൻറ്റ് പെയിനും ഒക്കെ ഇവിടെ ചികിത്സ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറക്കണ്ട, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈദ്യര് നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ പാരമ്പര്യമായിട്ട് ചികിത്സ ചെയ്യുന്നത് എന്ന് നമുക്ക് നേരിട്ടൊന്ന് കണ്ടാലോ. ഈ മുട്ടുവേദന അതേപോലെ നടുവേദന വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ഈ വീഡിയോ തന്നെ 2 തവണ ഇട്ടിട്ടുണ്ട്, മുട്ടുവേദന നടുവേദനയൊക്കെ. അപ്പം നമ്മൾ വൈദ്യര് പാരമ്പര്യമായിട്ട് കൊണ്ട് ചികിത്സിക്കുന്ന ഈ ഒരു ചികിത്സ ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാത്തിയിൽ തിരുമിയാണോ അതോ? പാത്തിയിൽ കിടന്ന് തിരുമ്പണതാണ് രോഗിക്കും ഒഴിയുന്നവർക്കും സമാധാനം. അപ്പൊ നമുക്ക് പാത്തിയിൽ കിടത്തി ഒഴിയുമ്പോൾ അവർക്ക് അത്രയും എന്താ പറയാ, ആ വേദന ഉള്ളിടത്തൊക്കെ നമ്മളുടെ കൈ നന്നായി പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി ആ നീരിനെയും ഞരമ്പിനെയൊക്കെ നമ്മൾ ഉണർത്താനായിട്ട് സാധിക്കും. കാരണം ആ നീർക്കെട്ടൊക്കെ പോയി അവർക്ക് ആ കിഴിയൊക്കെ കൊടുക്കുമ്പോഴത്തെ ഒരു സുഖം അവർ തന്നെ പറയും. അപ്പൊ ഈ നമുക്കിപ്പോ ഒരു നടുവേദനയായിട്ട് വരുന്ന ആള് അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയായിട്ട് വരുന്ന ഒരു വ്യക്തി, അപ്പൊ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇവിടെ ആ നടുവേദന മുട്ടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? മാക്സിമം ചെറിയ ഒരുപാട് ചതവോ മുറിവോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു 14 ദിവസമൊക്കെ എടുക്കും. അല്ലാണ്ട് ഇങ്ങനെ ചതവും വേദനയൊക്കെ വരുന്നവർ നീരൊക്കെ ആണെങ്കിൽ നമുക്ക് 7 ദിവസം കൊണ്ട് നമുക്കത് മാറ്റാൻ സാധിക്കും. അതിനുശേഷം അവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് അത് കുറച്ച് നാളൊന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ അതൊരു മുഴുവനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഒന്നും ഈ ഞരമ്പുകളൊന്നും കാണില്ലായിരുന്നു. അങ്ങനെ നീർ കെട്ടിയിട്ട് ഭയങ്കര കുഴപ്പമായിരുന്നു. ഇപ്പം ഞരമ്പെല്ലാം നിവർന്ന് നല്ല ഒരു ഇതായി നീരൊക്കെ പോയി. ടെൻഷനും ഉറക്കക്കുറവൊക്കെ ആയിരുന്നു. ശരിക്കും ഭക്ഷണം കഴിക്കില്ല, ടെൻഷനായിട്ട്. കാരണം ഇനി ഇത് മാറില്ലേ, ഇങ്ങനെ തന്നെ ജീവിതം അവസാനിച്ചെന്നൊക്കെ ഭയങ്കര മാനസിക സംഘർഷം കൊണ്ടു വന്നിരുന്നു. അപ്പം നമ്മൾ ധാര ഇട്ട് ആളുടെ മനസ്സൊക്കെ കുറച്ചൊക്കെ ശാന്താക്കി എടുക്കാൻ സാധിച്ചു.
കിഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ ഇലകൾ ചേരുന്നു അത്രയും ഗുണം ചെയ്യുന്നൊരു മരുന്ന് ഈ കിഴിയണത്. അപ്പം അതിൽ പലതരം ചൂർണ്ണങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചൂർണ്ണങ്ങൾ ചേർത്തിട്ടാണ് ഈ കിഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ തൈലം പുരട്ടിയത് കിഴി വെച്ചാൽ നമുക്ക് നീർക്കെട്ടും വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടി നല്ല ശരീരത്തിന് നല്ലൊരു വേദന മാറി നടക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പൊ ആ വേദനയ്ക്കുള്ള വീഴുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടില്ലേ, മരുന്നില്ലാതെ നടുവേന മാറ്റുന്ന, മുട്ടുവേന മാറ്റുന്ന, ജോയിൻ പെയിൻ ഒക്കെ മാറ്റുന്ന നമ്മുടെ പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരുടെ ഒരു ചികിത്സാ രീതിയായിരുന്നു, പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങളിൽ ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എന്താണ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.